ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ബുധനാഴ്ച എനിക്ക് ഓഫാണ്, പിള്ളേർക്ക് സ്കൂൾ അവധിയൊക്കെയാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി ഒരു ചെറിയ വെറൈറ്റി രീതിയിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ നമ്മുടെ ബീൻസ്, സവാള, ഇഞ്ചി, പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പില, പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ആ സെയിം ടൈമിൽ തന്നെ ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് പിന്നെ അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സാധാരണ പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ പരിപ്പുണ്ടല്ലോ, ചനാദാൾ, അത് ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒത്തിരി ചുവന്ന് വരണ്ട. അപ്പോൾ ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഉപ്പുമാവിനകത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറുമുറാന്ന് കടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്ന് 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയവരുണ്ട്. അപ്പം അത് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ നടുക്കോട്ട് കുറച്ച് നമ്മുടെ കടുകും പിന്നെ ഈ പറഞ്ഞ സവാളയും കാര്യങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ച് മുഴുവൻ അതിനകത്തോട്ടിട്ടു. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം, നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഇത്രയും ചായക്കകത്ത് ഞാൻ നന്നായിട്ട് നമ്മുടെ ചായപ്പൊടി തിളച്ച് വന്നപ്പോഴത്തേക്കും അതിനകത്തൊരു പാലും ഒഴിച്ചു വെച്ചു. അപ്പോൾ നല്ലൊരു അടിപൊളി ചായയും പിന്നെ ഉപ്പുമാവുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഉപ്പും ഇട്ടു. അതിനകത്തോട്ട് ഞാൻ നമ്മൾ ചൂടാക്കി വെച്ച് നമ്മുടെ ഉപ്പുമാവിൻ്റെ പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെള്ളത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അവസാനത്തെ സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ചായ ഒന്ന് അരിക്കണം. അപ്പോൾ അരിച്ച സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവും റെഡിയായി. ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കുറച്ച് പഞ്ചസാരയും പിന്നെ പഴമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ്. കുളം നല്ല സുന്ദരമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ല വെള്ളമൊക്കെ നല്ല ക്ലീനാണ്. എന്താണ്ട് മീനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ന് ഓടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത്ര തണുപ്പില്ല, കുറവാണ്. പിന്നെ നമ്മളൊരാൾ സൈഡിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മീനുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.